विपक्ष में नरेंद्र मोदी की नरेंद्र मोदी की नरेंद्र मोदी की अमित शाह के अमित शाह के किरण रिजिजू के किरण रिजिजू के नरेंद्र मोदी के अमित शाह के जय 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 बोलो भारत माता के जय राजीव चंद्रशेखर के राजीव चंद्रशेखर के जॉन जॉर्ज के लीडी जोसेफ के ജനമനസ്സുകൾ കാണാതെ ജനമനസ്സുകൾ കാണാതെ ജനമനസ്സുകൾ കാണാതെ ജനഹിതങ്ങൾ അറിയാതെ ജനഹിതങ്ങൾ അറിയാതെ നടപ്പിലാക്കും നിയമങ്ങൾ നടപ്പിലാക്കും നിയമങ്ങൾ കടലിലെറിയും കട്ടായം ഞങ്ങൾ ജയിച്ചതറിഞ്ഞില്ലേ ഇന്ത്യ ജയിച്ചതറിഞ്ഞില്ലേ ഭാരതം ജയിച്ചതറിഞ്ഞില്ലേ അയ്യോ നിങ്ങൾ അറിഞ്ഞില്ലേ അയ്യോ നിങ്ങൾ അറിഞ്ഞില്ലേ ഞങ്ങൾ ജയിച്ചതറിഞ്ഞില്ലേ ഞങ്ങൾ ജയിച്ചതറിഞ്ഞില്ലേ ജനഹിതങ്ങൾ അറിയാതെ ജനമനസ്സ് കാണാതെ ജനമനസ്സ് കാണാതെ നടപ്പിലാക്കും നിയമങ്ങൾ നടപ്പിലാക്കും നിയമങ്ങൾ കടലിലെറിയും കട്ടായം കടലിലെറിയും കട്ടായം കടലിലെറിയും കട്ടായം മതേതരം 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 ഭാരതം മതേതരം 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 ഭാരതം മതനിയമം വേണ്ടേ വേണ്ട മതഭരണം വേണ്ടേ വേണ്ട ഞങ്ങളുടെ പൊന്നാട്ടിൽ ഞങ്ങളുടെ പൊന്നാട്ടിൽ ഞങ്ങളുടെ പൊന്നാട്ടിൽ വഖഫ് എന്നൊരു പേര് പറഞ്ഞ് വഖഫ് എന്നൊരു പേര് പറഞ്ഞ് ഇങ്ങോട്ടാരും കടക്കണ്ട ഇങ്ങോട്ടാരും കടക്കണ്ട ജനിച്ച മണ്ണിൽ ജീവിച്ചില്ലേ ജനിച്ച മണ്ണിൽ ജീവിച്ചില്ലേ കട്ടായം മരിച്ചു വീഴും കട്ടായം ജനമനസ്സുകൾ അറിയാതെ മുനമ്പത്തെ പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചിൽ കടാര കുത്തിയിറക്കുന്ന രീതിയിലേക്കുള്ള കുത്താണ് യഥാർത്ഥത്തിൽ പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാര്, പ്രത്യേകിച്ച് UDF 18 എംപിമാരും LDF ഒരു MP ആയിട്ടുള്ള രാധാകൃഷ്ണനും കൂടി ചെയ്തു കൂട്ടിയിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കടലിന്റെ മക്കളായിട്ട് പരമ്പരാഗതമായിട്ട് മുനമ്പത്ത് ജീവിച്ചു വരുന്ന സാധുക്കളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള 610 കുടുംബങ്ങളെ കുടിയിറക്കുന്നതിനായിട്ട് വഖഫ് ബോർഡിനൊപ്പം നിന്ന് കൂട്ടുനിന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ഈ പറയുന്ന കോൺഗ്രസ്സുകാരും CPM-കാരും. നമ്മൾ ആലോചിച്ച് നോക്കണം എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണെന്ന്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെയാണ് ഈ വിഷയത്തിൽ നിലപാട് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയാൻ, അല്ലെ രാജ്യത്തിന് അറിയാനുള്ളത്. കാരണം നീണ്ട ഏകദേശം ഒരു 10-60 വർഷമായിട്ട് നിരന്തരമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനെ ചതിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് കൃത്യമായിട്ട് വഞ്ചിച്ചു കളഞ്ഞു. ഒരു തരത്തിലുമുള്ള നന്ദിയും ഇത്രയും കാലം കൈപ്പറ്റി ചിഹ്നത്തിന് വോട്ട് ചെയ്തിട്ട് 1% പോലും നന്ദി തിരിച്ചു കാണിക്കാനായിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇവിടെ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ആദ്യം കണ്ട ഈ വീഡിയോയിൽ നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചുകൊണ്ട് മുനമ്പത്തെ ക്രൈസ്തവ സമൂഹം മുന്നിൽ നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കണം. എത്രത്തോളം വലിയ തങ്ങളുടെ കുടില് അല്ലെങ്കിൽ തങ്ങൾ താമസിക്കുന്ന വീടും സ്ഥലവും പൂർണ്ണമായിട്ടും പോകുന്നൊരവസ്ഥ വന്നപ്പോൾ അവിടെ രക്ഷകനായി വന്നത് ഈശ്വരന്റെ ഒരു ചൈതന്യത്തോടു കൂടി അല്ലെങ്കിൽ ഈശ്വരീയമായിട്ടുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി ആ ജനങ്ങളെ രക്ഷിക്കാൻ എത്തിയത് നരേന്ദ്രമോദിയും നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്.
ഇത് പറയുന്ന സമയത്ത് രാജ്യത്ത് ഒരുപാട് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, മണിപ്പൂർ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയാനും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും വരുന്നവരുടെ ഒരു കാര്യം പറയാൻ മാത്രമല്ല, ഇപ്പോഴും കേരളത്തിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്രൈസ്തവർക്ക് അറിയാം മണിപ്പൂർ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. മണിപ്പൂര് മതസംഘർഷമല്ല എന്നും അതൊരു ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണെന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ പറ്റിക്കാനായിട്ട് വരണ്ട. അത് പറയുമ്പോൾ പിന്നെ ഒറീസയിലേക്ക് പോകും. നമ്മുടെ രാജ്യത്ത് പല സമയങ്ങളിലായിട്ട് പലപ്പോഴായിട്ട് പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കുത്തിക്കീറി എന്നും ഇത് തന്നെ കാണിച്ചുകൊണ്ട് ഇപ്പൊ ഈ പറയുന്ന ഗുജറാത്ത് കലാപ വിഷയം പറഞ്ഞു. എന്തിനാണ് ഗുജറാത്ത് കലാപത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എമ്പുരാൻ സിനിമയിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്? ഇവിടെ ആരെയാണ് ഇതുകൊണ്ട് പ്രകോപിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്? കാലം മാറി, ഈ ജനറേഷൻ മാറി, നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ മാറി. ഈ സമയത്താണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന പല പല പ്രശ്നങ്ങളും എടുത്തു കാണിച്ച് അയ്യോ ഇവരിങ്ങനെ ചെയ്തതാണല്ലോ 2002 അല്ലെങ്കിൽ ഒറീസയിൽ ഇങ്ങനെ ചെയ്തതാണല്ലോ, അങ്ങനെ ചെയ്തതാണല്ലോ, ഇങ്ങനെ ചെയ്തതാണല്ലോ. ഈ ജനങ്ങളോട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? കാരണം നമ്മുടെ രാജ്യത്ത് പല സാഹചര്യങ്ങളിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ, നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്താണ്? അത് ജിഹാദി ഭീകരവാദം തന്നെയാണ്. അത് ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും അത് ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിനെയാണ് എതിർക്കേണ്ടത്. ഇപ്പൊ വഖഫ് ബോർഡ് വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുക, വഖഫ് ബോർഡ് നമ്മുടെ രാജ്യത്ത് നിയമമായിട്ട് നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്തെ മുൻ സർക്കാരുകൾ, കോൺഗ്രസ് അടക്കമുള്ള പല സർക്കാരുകൾ ഇവിടെ വലിയ രീതിയിൽ തന്നെ വഖഫ് ബോർഡിനെ പിന്തുണച്ചുകൊണ്ട് അവർക്ക് ഒരുപാട് അനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ ചാർത്തി കൊടുത്തു. എന്തിനാ? അവർക്ക് ഇവിടെ അഴിഞ്ഞാടി നടക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി അഴിഞ്ഞാട്ടം ഇനി നടക്കില്ല. ഇവർ അഴിഞ്ഞാടി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നെഞ്ചിലാണ് ഇവർ അഴിഞ്ഞാടാനായിട്ട് വന്നത്. അപ്പൊ അത് പൊളിച്ച് കീറി എഴുതാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ നാട്ടിലുള്ള BJP എന്ന് പറയുന്ന സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കുണ്ട്. അതാണ് ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്ത് കാണിച്ചു വെച്ചിരുന്നത്. എത്രത്തോളം യാഥാർത്ഥ്യമാണ് ഈ പറയുന്ന മുനമ്പത്തെ ജനങ്ങൾ, കേരളത്തിലെ ക്രൈസ്തവർ ഇപ്പൊ വിശ്വസിച്ചിരിക്കുന്നത്. കാരണം അവരുടെ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമായിരുന്നില്ല. അത് BJP സർക്കാർ ഇപ്പൊ മണിപ്പൂർ ക്രൈസ്തവരെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ക്രൈസ്തവർ ഇല്ലാതെ ആയി പോകണമെന്ന് ചിന്തിക്കുന്ന ആളുകളായിരുന്നെങ്കിൽ മണിപ്പൂർ മാത്രമായിട്ട് BJPക്ക് പ്രത്യേകിച്ച് അജണ്ടയുണ്ടോ? അപ്പൊ കേരളത്തിൽ വേറെ അജണ്ട, മണിപ്പൂർ വേറെ അജണ്ട. ഇപ്പൊ മണിപ്പൂർ അധികാരത്തിൽ BJPക്ക് ഇരിക്കണമെങ്കിൽ അവിടുത്തെ ക്രിസ്ത്യാനികൾ വോട്ട് വേണം. അപ്പൊ ക്രിസ്ത്യാനികളെ പൂർണ്ണമായിട്ടും അവരെ എതിരാക്കിക്കൊണ്ട് മണിപ്പൂർ BJP പ്രവർത്തിക്കാൻ തോന്നുന്നുണ്ടോ? കാരണം ഇപ്പോഴും 8 MLA കുക്കി വിഭാഗത്തിൽ നിന്നുള്ളതാണ് BJPക്ക്. അപ്പൊ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഈ രീതിയിലുള്ള മാനസികാവസ്ഥയോട് കൂടി നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു സംവിധാനം നെഗറ്റീവ് ചിന്തിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അണ്ണാക്കിൽ പിരിവെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു തിരിച്ചറിവ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തർക്കമില്ല. അവരുടെ പിന്തുണ ഇനി BJPക്ക് ഉണ്ടാവും. അത് കേരളത്തിൽ വരാനിരിക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭ ഇലക്ഷനും ചരിത്രപരമായിട്ടുള്ള മാറ്റമാണ് ഉണ്ടാകുന്നത്, ഒരു സംശയവും വേണ്ട.